എങ്ങനെയാണ് പാലക്കാടൻ ബിരിയാണി ഉണ്ടാക്കുക, അതിൻ്റെ റെസിപ്പി എന്തൊക്കെയാണ്, അതിന് വേണ്ട സാധനങ്ങൾ ഒന്ന് വ്യക്തമാക്കാം. നമുക്ക് വേണ്ടത് ഗോൾഡ് വിന്നർ 1 കിലോ അരിക്ക് വേണ്ട സാധനങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഒരു 1/2 കിലോ ഗോൾഡ് വിന്നർ ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ അതിനുശേഷം നമുക്ക് പച്ചമുളകാണ് വേണ്ടത്. അതിനുശേഷം നമുക്ക് പട്ട, ഗ്രാമ്പൂ, അതിനുശേഷം വലിയ ഉള്ളി അരിഞ്ഞത്. ഓക്കെ, അതിനുശേഷം തക്കാളി അരിഞ്ഞത്, ഇത് ചെറിയ ഉള്ളിയാണ് ചതച്ചത്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി. ഓക്കെ, ഒരു ചെറിയ ചെറിയ കത്തിരിക്കാൻ നമുക്ക് ചെറിയ ചെറിയ പീസാണ്, 1 കിലോൻ്റെ ആയതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. മല്ലി, പുതിന, രണ്ട് ഐറ്റംസ്. ഓക്കെ, ഇതേപോലെ കട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നേരെ മുളക് പൊടി വേണം, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലിയാണ് കേട്ടോ, ഇത് മഞ്ഞൾപ്പൊടി. ഇതാണ് നമ്മുടെ മസാലക്കൂട്ട്. ഓക്കെ, ഇതിൽ നമുക്ക് മസാലക്കൂട്ടിൽ നമുക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് 2-3 ഐറ്റം മാത്രമേ ഉള്ളൂ. ഒന്ന് വന്നിട്ട് പട്ട, ഗ്രാമ്പു തന്നെയാണ്. ഇത് നമ്മൾ ശരിക്ക് വറുത്ത് പൊടിക്കുകയാണെങ്കിൽ, അതിൽ പെരുംജീരകം കൂടി ഇട്ട് വറുത്ത് പൊടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആ ഭക്ഷണത്തിൽ കിട്ടും. ഓക്കെ, തൈര് നമ്മൾ വെച്ച് വയ്ക്കണം, 1 ഗ്ലാസ് തൈര്. ഓക്കെ, ഇറച്ചി, ചിക്കൻ നല്ല പീസ്, ഒരു മീഡിയം പീസിൽ കട്ട് ചെയ്ത് വെക്കണം, ഉടഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് മീഡിയം പീസിൽ കട്ട് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞത്. അതിനുശേഷം നമുക്ക് വേണ്ടത് ചെറുനാരങ്ങ വേണം, പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്ക. അത് നമ്മുടെ ഒരു ഫ്ലേവർ കേട്ടോ, ഒരുപാട് ഇടണമെന്നില്ല, അതിനനുസരിച്ച് കുറച്ചിട്ടാൽ മതി. അരിയാണ് നമുക്ക് സാധാരണ അരി പാടില്ല, ജീരകശാല ചോദിച്ചു വാങ്ങിക്കണം. നെയ്യ്, ചെറിയ ബോട്ടിൽ. ഓക്കെ, ഇത്രയും ഐറ്റംസാണ് നമ്മളിപ്പോൾ പാലക്കാടൻ ബിരിയാണിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്.